ഇതായിരിക്കും നമ്മുടെ ഷെഫ് വിഷ്ണു. പേരെന്ന്? എൻ്റെ പേര് ശ്രീകുമാർ. ശ്രീകുമാർ എന്നാണ് പേര്. ഞങ്ങൾ സ്നേഹപൂർവ്വം മണിയേട്ടാ തുടങ്ങി. എന്തായാലും ഇത്ര ഇത് വേണ്ടായിരുന്നു, സിമ്പിളായിട്ട് സിമ്പിളി നാടൻ മനുഷ്യനെ നിർത്തിയാൽ മതിയായിരുന്നു. അപ്പൊ മണിയേട്ടനാണ് ഇവിടുത്തെ നമ്മുടെ ഷെഫ്. ഇന്ന് എന്താ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടാ? പിടിക്കോഴി പറയുമ്പോ പലരും വിചാരിക്കും അങ്ങനെയാണ്. നമ്മൾ അത് തന്നെ എപ്പോഴും മനസ്സിൽ വരുള്ളൂ. പിടിക്കോഴി എന്ന് പറഞ്ഞാൽ ചെറിയ കോഴി, അതായത് സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയും. സ്പ്രിംഗ് ചിക്കൻ കുഞ്ഞ് അങ്ങനെ പറയാൻ പറ്റില്ല. ബ്രോയിലർ ചിക്കൻ്റെ കുറച്ച് ചെറുത് പാകമാകുന്നതിന് മുന്നേ നമ്മൾ ഈ ഹോർമോണൊക്കെ കുത്തി വെക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സംഭവമാണ്. അതാണ് സ്പ്രിംഗ് ചിക്കൻ. നമുക്ക് നല്ല സോഫ്റ്റ് ടെൻഡർ മീറ്റ് ആയിരിക്കും. നമുക്ക് ടേസ്റ്റി ആയിരിക്കും. അപ്പം നമുക്കത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ്, അത്യാവശ്യം നന്നായി പോകുന്ന ഒരു ഐറ്റമാണ് പിടിക്കോഴി. ആദ്യം അതങ്ങ് തുടങ്ങാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടൻ നമ്മൾ ചേട്ടൻ നമ്മുടെ ഒപ്പം നിൽക്കണം, ഞാൻ ഇപ്പുറത്തേക്ക് ചാടി. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും തുടങ്ങാൻ പോവാണ് പിടിക്കോഴി. അങ്ങനെ ഗ്യാസ് എവിടെ നമ്മുടെ കോഴി വെച്ചേക്കണേ? എനിക്ക് കോഴി കാണിച്ചു കൊടുക്കാനാണ്. ഇതല്ലേ നമ്മുടെ പിടിക്കോഴിയിൽ വലുതാണ്. പിടിക്കോഴിയുടെ എന്താ കുഞ്ഞിത്, അതായത് ഏകദേശം ഇത് എത്ര പ്രായം വരുന്നതാണ്? പ്രായം ഒരു 35 ദിവസം. ഏകദേശം ഒരു 35 ദിവസത്തിനുള്ളിലുള്ള കോഴിയുടെ മാംസമാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. അപ്പോൾ നല്ലതാണ്, സോഫ്റ്റാണ്, മീറ്റ് നല്ല സോഫ്റ്റാണ്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കോഴി ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ആദ്യം തന്നെ കൂട്ടുകൾ കുറേ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം മണിയേട്ടൻ എത്ര വർഷമായി ഇവിടെ? മണിയേട്ടൻ ഇവിടെ നമ്മളിവിടെ 1.5 വർഷത്തോളമായി. 1.5 വർഷത്തോളമായി. മെയിൻ നാടനാണോ അതോ? നാടൻ സിംപിളി നാടൻ മനുഷ്യനാണ്. ഈ കാണുന്നതൊക്കെ ഉള്ളൂ നാടൻ മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഉരുളി ചൂടായിക്കാണ്. എണ്ണ ഒഴിക്കാതെ ഒഴിച്ചോട്ടെ? മൊത്തം എടുക്കണോ? നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് അതിന് ചൂടാവണം. ചൂടായി പട്ട, ഗ്രാമ്പു, ഏലക്ക. അതെ, നമ്മൾ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴത്തേക്കും പട്ട പൊടിക്കണം. പട്ട പൊടിച്ചിടണം. പട്ട, പിന്നെ ഏലം ഇട്ടുണ്ട്, പിന്നെ കരയാമ്പൂ ഇതെല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കണം. ഏലക്ക മതി. അപ്പം കരയാമ്പൂ, ഏലക്ക, പട്ട, ചെറുള്ളി പേസ്റ്റ് വെച്ചതാണ്. നന്നായിട്ട് അരച്ച് വെച്ചതാണ്. ചെറുള്ളി മാത്രം അരച്ചതാണോ? ചെറുള്ളി മാത്രം പേസ്റ്റ് ചെയ്തു. ഇതെല്ലാം ഒന്നുകൂടി സോർട്ട് ചെയ്തായി. പച്ചമുളക് ചതച്ചത്, ഗാർലിക്കും ഇതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും ഗാർലിക്കും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഗാർലിക് അല്ല, ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ശരിക്കും. അത് നമ്മൾ ചതച്ചേണ്ടത് കാണാനുണ്ട്. അത് ഇതിൻ്റെ പകുതി കുറച്ച് അത് ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചതച്ചെടുത്താണ്. ഇതും മുക്കാഭാഗം. എരിവും കൂടില്ല, പേടിക്കണ്ട. മുക്കാഭാഗം പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്താണ്. സവോള. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതായത് സവോള ഇത് സമയം എടുക്കും സോൾട്ടായി വരാൻ. സോൾട്ടില്ല, കുറച്ച് ഉപ്പിടാൻ പോവാണ്. 2 ടീസ്പൂൺ 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ടൊമാറ്റോ, കുറച്ച് സ്ലൈസ് ചെയ്ത ടൊമാറ്റോ ആണത്. സ്ലൈസ് ചെയ്ത തക്കാളി. സിംപ്ലി നാടനല്ലേ. ഇപ്പോൾ കുറച്ച് തക്കാളി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില വേപ്പിലിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഇതെന്തായിരുന്നു മറന്നു? കുറ്റിമുല്ല പോത്തുകറി. അപ്പോൾ ഈ കുറ്റിമുല്ല പോത്തുകറി നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനി നാടൻ ബീഫ് കറിയാണത്. കുറ്റിമുല്ല. അതെ, കുറ്റിമുല്ല എന്ന് പറഞ്ഞ സ്ഥലത്തെ റെസിപ്പി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു കേട്ടസി പോലെ വെച്ചേക്കുന്നത് കുറ്റിമുല്ല പോത്തുകറി. പേരും നഴകളുടെ പേരായതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു നമ്മൾ. പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇപ്പം തന്നെ അങ്ങനെ എടുക്കുക. നമുക്ക് എത്ര നേരം പറഞ്ഞാൽ മുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. ചെറിയ ഇച്ചിരി അതിൻ്റെ ഗ്രേവി, അതാണല്ലോ അതിൻ്റെ മസാല. ആ ഉള്ളിയുടെയും നമ്മുടെ
എന്താ പറയാ, എല്ലാത്തിനും ടേസ്റ്റ്, മണം. വേറെ എന്തോ മസാല ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഒപ്പം? ഇല്ല സാധാരണ മസാലകളാണ്. ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. അത് കുക്ക് ചെയ്യുന്ന രീതിയുടെയാണ്, സ്റ്റൈൽ ഓഫ് കുക്ക് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. അയ്യോ അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് ആവാറായി. വേഗം കഴിച്ചു വന്നോളൂ. ഇത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. തീർച്ചയായിട്ടും. അതാവുന്നുണ്ട്. മല്ലിപ്പൊടി എത്ര ടീസ്പൂണോ? 5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ഉള്ളിയും കൂടി കഴിക്കണേണ്ടേ അതിൻ്റെ ചെറിയൊരു മധുരവും കിട്ടി. ഒരു ചെറിയ എരിവും കുറച്ച് മധുരവും, ചെറിയൊരു എരിവ്, ഒരുവിധം മധുരം കിട്ടുന്നുണ്ട്. ചിക്കൻ, മുളക് പൊടി ഞാൻ സഹായിക്കാം. അതാണ് നല്ലത്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി. അതെ, ഞാൻ മഞ്ഞൾപ്പൊടി ഇടാണ്. ആദ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഇപ്പം മഞ്ഞൾപ്പൊടി, ഇപ്പം ചിക്കൻ പൊടിയും ഞാൻ തീർക്കും. എന്നാൽ ശരിക്കും നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. കുഴമ്പെന്ന് പറയുമ്പോൾ അരപ്പ് പോലെ ആയിരിക്കും. ആ ഉള്ളി, തക്കാളി എല്ലാം കൂടി നല്ലതായിട്ട് എന്താ പറയാ ഇഴുകി ചേർന്ന് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ആ കോഴി ചിക്കൻ, ടെൻഡർ ചിക്കനാണ്. ഇതിങ്ങനെ അങ്ങ് ഇടുകയാണ്. ഇതാണ് സിംഗിൾ പീസ്. അതെ, ഇത് ഓരോ ഹാഫ് പോർഷൻ വെച്ചിട്ടാണ്. അതെ, ഫുള്ള് പറഞ്ഞാൽ 2 പീസ് ഉണ്ടാവും. 2 പീസ് ഉണ്ടാവും. അതങ്ങനെയാണല്ലോ, ഹാഫ് പോർഷൻ പറയുമ്പോൾ. മസാല ഈ ചിക്കനിൽ നന്നായി പുരട്ടി നമ്മളൊന്ന് മൂടി വെക്കണം. നമ്മൾ ആ കറണ്ടി തൊട്ട് തന്നെ ഇളക്കി മൊത്തം പിടിപ്പിക്കുകയാണ്.